all, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ ആഴ്ചയിലെ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത ഗതാഗത രംഗത്തെ മികവിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി മെട്രോ. കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയ ഹരിത ഗതാഗത രംഗത്തെ മികവിനുള്ള പുരസ്കാരം ലഭിച്ചത് കൊച്ചി മെട്രോ. ചാറ്റ് GPT ബദലായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൗജന്യ AI ആൻസർ എഞ്ചിൻ കൈവെക്സ് പേൽകപൂർ എന്ന കമ്പനിയാണ് വികസിപ്പിച്ചത്. ചാറ്റ് GPT ബദലായി ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച സൗജന്യ AI ആൻസർ എഞ്ചിൻ കൈവെക്സ് നിർമ്മിച്ചിരിക്കുന്നത് പേൽകപൂർ എന്ന കമ്പനിയാണ്. അടുത്തിടെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് രോഗബാധ മാർബർഗ്. അടുത്തിടെ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ റിപ്പോർട്ട് ചെയ്ത വൈറസ് രോഗബാധ മാർബർഗ്. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും സൈബർ സുരക്ഷയ്ക്കായി ഡിജിറ്റൽ നാഗരിക് പരിപാടി ആരംഭിച്ച സംസ്ഥാനം കർണാടക. വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെയും സൈബർ സുരക്ഷയ്ക്കായി ഡിജിറ്റൽ നാഗരിക് പരിപാടി ആരംഭിച്ച സംസ്ഥാനം കർണാടക. ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി ക്വാണ്ടം വാലി. ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതി ക്വാണ്ടം വാലി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മലയാളി താരമായ സഞ്ജു സാംസണെ സ്വന്തമാക്കിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് മലയാളി താരമായ സഞ്ജു സാംസണെ സ്വന്തമാക്കിയ ടീം ചെന്നൈ സൂപ്പർ കിങ്സ്. 2024 ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പായം പഞ്ചായത്ത് കണ്ണൂർ. 2024 ദേശീയ ജല പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരത്തിന് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പായം പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിന് പങ്കെടുക്കുന്നവർക്കും കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി പ്രജ്വല. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിന് പങ്കെടുക്കുന്നവർക്കും കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി പ്രജ്വല. പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും നൂതനമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി KTIC. പട്ടികവർഗ മേഖലയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും നൂതനമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി KTIC. ഗൂഗിൾ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കാലാവസ്ഥാ മോഡൽ വെദർ നെക്സ്റ്റ് 2. ഗൂഗിൾ അവതരിപ്പിച്ച നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പുതിയ കാലാവസ്ഥാ മോഡൽ വെദർ നെക്സ്റ്റ് 2. കാൻഡിലിവർ ഗ്ലാസ് പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് പാലം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. 7 കോടി രൂപ ചെലവിൽ 55 മീറ്റർ നീളത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 40 ടൺ സ്റ്റീല്, 40 മില്ലിമീറ്റർ കനമുള്ള ടെമ്പേർഡ് ലാമിനേറ്റഡ് ജർമ്മൻ ഗ്ലാസ് പാനലുകൾ എന്നിവ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഒരേ സമയം 100-ൽ കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ പാലത്തിന് സാധിക്കും. ചുഴലിക്കാറ്റിനെ പോലും പ്രതിരോധിക്കുന്ന രീതിയിലാണ് നിർമ്മാണം. സമുദ്രനിരപ്പിൽ നിന്നും 262 മീറ്റർ ഉയരത്തിലാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. കാൻഡിലിവർ ഗ്ലാസ് പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് പാലം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഓർത്തു വെച്ചോണം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് പാലം ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത്. സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രം. കേരളത്തിലെ തൊഴിലാളി സഹകരണ സംഘമായ ഊരാളുങ്കൽ
ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആസ്ഥാനവും ഗുജറാത്തിലെ അമൂലിൻ്റെ ഡോക്ടർ വർഗീസ് കുര്യൻ മ്യൂസിയവും ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് പ്രഖ്യാപനം നടത്തിയത്. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന 25 രാജ്യങ്ങളിലെ 31 കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ രണ്ട് സ്ഥാപന കേന്ദ്രങ്ങളാണ് ഉള്ളത്. സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രം കേരളത്തിലെ തൊഴിലാളി സഹകരണ സംഘമായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ആസ്ഥാനവും ഗുജറാത്തിലെ അമൂലിൻ്റെ ഡോക്ടർ വർഗീസ് കുര്യൻ മ്യൂസിയവും ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. വിട ബി സരസ്വതി, എഴുത്തുകാരിയും സാഹിത്യപ്രവർത്തകയുമായ ബി സരസ്വതി 94 വയസ്സായിരുന്നു, അന്തരിച്ചു. എഴുത്തുകാരൻ കാരൂർ നീലകണ്ഠ പിള്ളയുടെ മകളാണ്. ഫോർമാലിറ്റി, വാസന്തിക്കൊരു രക്ഷാമാർഗം, ക്യൂറിയും ക്യൂട്ടരും, അടുക്കള പുസ്തകം, ശ്രീമദ് ഭാഗവകഥയുടെ പുനരാഖ്യാനം എന്നിവയടക്കം ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ബി സരസ്വതി, എഴുത്തുകാരിയും സാഹിത്യപ്രവർത്തകയുമായ ബി സരസ്വതി അന്തരിച്ചു. എഴുത്തുകാരൻ കാരൂർ നീലകണ്ഠ പിള്ളയുടെ മകളാണ്. ഫോർമാലിറ്റി, വാസന്തിക്കൊരു രക്ഷാമാർഗം, ക്യൂറിയും കൂട്ടരും, അടുക്കള പുസ്തകം, ശ്രീമദ് ഭാഗവത കഥയുടെ പുനരാഖ്യാനം എന്നിവയടക്കം ഒട്ടേറെ പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. കാനത്തിൽ ജമീല, കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല 59 വയസ്സ്, അന്തരിച്ചു. അർബുദ രോഗബാധയെ തുടർന്നായിരുന്നു അന്ത്യം. 2021 തെരഞ്ഞെടുപ്പിലാണ് നിയമസഭയിലേക്ക് ജയിച്ചത്. 2010 2020 കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചു. ത്രിതല പഞ്ചായത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാതലങ്ങളിൽ പ്രസിഡന്റായി പ്രവർത്തിച്ചുവെന്ന റെക്കോർഡിന് ഉടമയാണ്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചു. രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ. രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ. രാജ്ഭവന്റെ പേര് മാറ്റി ഇനി മുതൽ ലോക് ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ എന്ന പേരിൽ അറിയപ്പെടും. പേരുമാറ്റം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തിറക്കിയത്. ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. രാജ്ഭവന്റെ പേര് മാറ്റി ഇനി മുതൽ ലോക് ഭവൻ എന്ന് അറിയപ്പെടും. രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ 2024 ചേർന്ന യോഗത്തിൽ കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് നിവാസ് ഇനി മുതൽ ലോക് നിവാസ് എന്നും അറിയപ്പെടും. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയാണ് രാജ് നിവാസ്. അതിൻ്റെ പേര് മാറ്റി ഇനി അത് ലോക് നിവാസ് എന്നറിയപ്പെടും. അപ്പോൾ രാജ്ഭവൻ ലോക് ഭവനായി, അതുപോലെ രാജ് നിവാസ് ലോക് നിവാസായി. അപ്പോൾ ഈ രാജ് എന്നുള്ള സ്ഥലത്ത് ലോക് എന്ന് വന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഒന്നുകൂടെ പറയാം, രാജ്ഭവൻ ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയാണ് രാജ്ഭവൻ. രാജ്ഭവന്റെ പേര് മാറ്റി ലോക് ഭവൻ എന്നാക്കി. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയാണ് രാജ് നിവാസ്. അതിൻ്റെ പേര് മാറ്റി ലോക് നിവാസ് എന്നാക്കി. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. രാജ്ഭവൻ, ലോകഭവൻ, രാജ്നിവാസ്, ലോക് നിവാസ്. കൊളോണിയൽ കാലത്തിൻ്റെ വാക്കുകളിൽ ഒന്നായ രാജ്ഭവന്റെ അർത്ഥം ഭരണാധികാരിയുടെ വസതി എന്നായിരുന്നു. ജനങ്ങളുടെ വസതി എന്നാണ് ലോക് ഭവന്റെ അർത്ഥം. രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ. ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ്ഭവൻ ഇനി മുതൽ ലോക് ഭവൻ എന്ന പേരിൽ അറിയപ്പെടും. പേരുമാറ്റം സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തിറക്കിയത്. രാഷ്ട്രപതിയുടെ അധ്യക്ഷതയിൽ 2024 ചേർന്ന യോഗത്തിൽ കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര ആർലേക്കറാണ് രാജ്ഭവനുകളുടെ പേര് മാറ്റണമെന്ന് നിർദ്ദേശിച്ചത്. അപ്പം കേരള ഗവർണറാണ് രാജേന്ദ്ര ആർലേക്കർ. ഓർത്തു വെച്ചോണം, ഇപ്പോഴത്തെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ്. ലഫ്റ്റനന്റ് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായ രാജ് നിവാസ് ഇനി മുതൽ ലോക് നിവാസ് എന്നറിയപ്പെടും. കൊളോണിയൽ കാലത്തിൻ്റെ വാക്കുകളിൽ ഒന്നായ രാജ്ഭവന്റെ അർത്ഥം
ഭരണാധികാരിയുടെ വസതി എന്നായിരുന്നു ജനങ്ങളുടെ വസതി എന്നാണ് ലോക് ഭവന്റെ അർത്ഥം. മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമത്. മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമത്. രാജ്യത്ത് മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളം രണ്ടാമത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 32 നദികളാണ് മാലിന്യവാഹകരായി ഒഴുകുന്നത്. 54 നദികളുമായി മഹാരാഷ്ട്രയാണ് ഒന്നാമത്. കല്ലായിപ്പുഴ, പെരിയാറ്, മൂവാറ്റുപുഴയാറ്, കരമനയാറ് ഉൾപ്പെടെ പ്രധാന നദികളെല്ലാം കേരളത്തിൽ മലിനീകരിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ജലത്തിൽ കലരുന്ന വിസർജ്യത്തിന്റെ തോതനുസരിച്ചുള്ള ഫീക്കൽ കോളിഫോം കൗണ്ട് ഈ നദികളിലെല്ലാം അനുവദനീയമായ പരിധിക്ക് പുറത്താണ്. ജലത്തിലെ ഓക്സിജന്റെ തോത് കണക്കാക്കുന്ന BOD നിരക്കും അപകടകരമായ നിലയിലാണ്. ജലത്തിലെ ഓക്സിജന്റെ തോത് കണക്കാക്കുന്നത് BOD നിരക്കനുസരിച്ചാണ്. ഓർത്തു വെച്ചോണേ, ജലത്തിലെ ഓക്സിജന്റെ തോത് കണക്കാക്കുന്നത് BOD നിരക്കനുസരിച്ചാണ്. ഇവിടെ ഈ ഒരു പോയിന്റ് ഓർത്തു വെച്ചാൽ മതി. മലിനമായ നദികളുടെ എണ്ണത്തിൽ കേരളത്തിന് 2ാം സ്ഥാനം, 1ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. ഡിക്റ്റുവ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ 355 മരണം. ഡിക്റ്റുവ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ 355 മരണം. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിക്റ്റുവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 355 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഡിക്റ്റുവ ചുഴലിക്കാറ്റ്. ഡിക്റ്റുവ ചുഴലിക്കാറ്റ് ഉണ്ടായിരിക്കുന്നത് ശ്രീലങ്കയിലാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഡിക്റ്റുവ ചുഴലിക്കാറ്റ് ശ്രീലങ്കയിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടാക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 355 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഡിക്റ്റുവ ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. ഓർത്തു വച്ചോണം, ഡിക്റ്റുവ ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്നത് യമനാണ്. ശ്രീലങ്കയിലുണ്ടായ ഡിക്റ്റുവ ചുഴലിക്കാറ്റിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിന് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഓപ്പറേഷൻ സാഗർ ബന്ധു. ശ്രീലങ്കയിൽ ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യം ഓപ്പറേഷൻ സാഗർ ബന്ധു. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് പുതിയ പേര്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ സേവാ തീർത്ത് എന്നറിയപ്പെടും. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ സേവാ തീർത്ത് എന്നറിയപ്പെടും. പൊതുസേവനത്തിന്റെ കേന്ദ്രമായും ദേശീയ അന്തർദേശീയ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന വേദിയായും ഓഫീസിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പുനർനാമകരണം. സൗത്ത് ബ്ലോക്കിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വായുഭവന് സമീപം പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറ്റും. സേവാതീർത്ത് 1, സേവാതീർത്ത് 3 എന്നിവ ക്യാബിനറ്റ് സെക്രട്ടറിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെയും ഓഫീസുകളായി പ്രവർത്തിക്കും. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇനി മുതൽ പുതിയ പേരാണ്. എന്താണ്? സേവാതീർത്ത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇനി മുതൽ സേവാതീർത്ത് എന്നറിയപ്പെടും. സേവാതീർത്ത് 1, സേവാതീർത്ത് 3 എന്നിവ ക്യാബിനറ്റ് സെക്രട്ടറിയുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെയും ഓഫീസുകളായി പ്രവർത്തിക്കും. അറബിക്കടലിൽ പുതിയ ആഴക്കടൽ നീരാളി. അറബിക്കടലിൽ പുതിയ ഇനം ആഴക്കടൽ നീരാളി കൂന്തലിനെ കണ്ടെത്തി. ആഗോളതലത്തിൽ തന്നെ അപൂർവമായ ടനിഞ്ചനിയ എന്ന ജനുസിൽപ്പെട്ടതാണ് ഈ നീരാളി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാണപ്പെടുന്ന ടനിഞ്ചനിയ ഡാനെ മാത്രമായിരുന്നു നിലവിൽ ഈ വർഗത്തിലെ ഒരേ ഒരു കൂന്തലിനം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്ര സംഘമാണ് പുതിയ ഇനത്തെ കണ്ടെത്തിയത്. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 390 കിലോമീറ്റർ ആഴത്തിലാണ് ഒക്ടോപോക്റ്റുവിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഈ നീരാളി ഇനത്തെ ലഭിച്ചത്. അപ്പോൾ അറബിക്കടലിലെ പുതിയ ആഴക്കടൽ നീരാളി, അറബിക്കടലിൽ പുതിയ ഇനം ആഴക്കടൽ നീരാളി കൂന്തലിനെ കണ്ടെത്തി. ആഗോളതലത്തിൽ തന്നെ അപൂർവ ടനിഞ്ചനിയ എന്ന ജനുസിൽപ്പെട്ടതാണ് ഈ നീരാളി. ആഗോളതലത്തിൽ തന്നെ അപൂർവമായ ടനിഞ്ചനിയ എന്ന ജനുസിൽപ്പെട്ടതാണ് ഈ പുതിയ നീരാളി. പുടിൻ ഇന്ത്യ സന്ദർശിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചു. ക്രൂഡ് ഓയിൽ പ്രതിരോധ മേഖലകളിലുള്ള ഇന്ത്യ റഷ്യ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ തീരുമാനമായി.
മരുന്ന് നിർമ്മാണം, വിനോദസഞ്ചാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. കടുവ, സിംഹം, പുലി ഉൾപ്പെടെ 7 വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ രൂപവൽക്കരിച്ച ബിഗ് ക്യാറ്റ് അലയൻസിൽ റഷ്യ അംഗമാവും. ഭീകരതയ്ക്കെതിരെ പോരാടാനും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. അപ്പോൾ പുടിൻ ഇന്ത്യ സന്ദർശിച്ചു. ആരാണ് പുടിൻ? റഷ്യൻ പ്രസിഡന്റ് ആണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഇന്ത്യ സന്ദർശിച്ചു. ക്രൂഡ് ഓയിൽ, പ്രതിരോധ മേഖലകളിലേക്കുള്ള ഇന്ത്യ റഷ്യ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചർച്ചയിൽ തീരുമാനമായി. മരുന്ന് നിർമ്മാണം, വിനോദസഞ്ചാരം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചു. കടുവ, സിംഹം, പുലി ഉൾപ്പെടെ 7 വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ രൂപവൽക്കരിച്ച ബിഗ് ക്യാറ്റ് അലയൻസിൽ റഷ്യ അംഗമാകും. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോണേ. കടുവ, സിംഹം, പുലി ഉൾപ്പെടെ 7 വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി ഇന്ത്യ രൂപവൽക്കരിച്ച ബിഗ് ക്യാറ്റ് അലയൻസിൽ റഷ്യ അംഗമാകും. ഭീകരതയ്ക്കെതിരെ പോരാടാനും ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഏത് സൂപ്പർസോണിക് വിമാനമാണ് നാസ ഒക്ടോബർ 28 വിജയകരമായി പരീക്ഷിച്ചത്? X-59 ജെറ്റ്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഏത് സൂപ്പർസോണിക് വിമാനമാണ് നാസ ഒക്ടോബർ 28 വിജയകരമായി വിക്ഷേപിച്ചത്? X-59 ജെറ്റ്. US കാലിഫോർണിയ മരുഭൂമിക്ക് കുറുകെയായിരുന്നു വിമാനത്തിൻ്റെ പരീക്ഷണ പറക്കൽ. കൊയറ്റ് സൂപ്പർസോണിക് സാങ്കേതിക വിദ്യയിലുള്ള ഒറ്റ എഞ്ചിൻ വിമാനത്തിന് ശബ്ദത്തേക്കാൾ 1.4 ഇരട്ടി വേഗത്തിലും മണിക്കൂറിൽ 1490 കിലോമീറ്റർ വേഗം, പരമാവധി 12,000 അടി ഉയരത്തിലും പറക്കാനാകും. വിമാനത്തിന് 100 അടി നീളവും 29.5 അടി വീതിയുമുണ്ട്. ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. ശബ്ദത്തേക്കാൾ വേഗത്തിൽ ശബ്ദമില്ലാതെ പറക്കാൻ കഴിയുന്ന ഏത് സൂപ്പർസോണിക് വിമാനമാണ് നാസ ഒക്ടോബർ 28 വിജയകരമായി പരീക്ഷിച്ചത്? X-59 ജെറ്റ്. സാഹിത്യ നോബൽ നേടിയ ആദ്യ ആഫ്രിക്കൻ നൈജീരിയ 1996 എഴുത്തുകാരനായ വോൾ സോങ്കിയ അടുത്തിടെ വാർത്തകളിൽ എത്തിയത് എങ്ങനെയാണ്? US ഭരണകൂടം വിസ റദ്ദാക്കിയതിലൂടെ. US പ്രസിഡന്റ് ട്രംപിനെ യുഗാണ്ടയിലെ ഏകാധിപതിയായിരുന്ന ഈദി അമീൻ്റെ വെള്ളക്കാരനായ പതിപ്പ് എന്ന് 91കാരനായ സോയിങ്ക വിശേഷിപ്പിച്ചിരുന്നു. സാഹിത്യ നോബൽ നേടിയ ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരനായ വോൾ സോയിങ്ക അടുത്തിടെ വാർത്തകളിൽ എത്തിയത് എങ്ങനെയാണ്? US ഭരണകൂടം വിസ റദ്ദാക്കിയതിലൂടെ. സാഹിത്യ നോബൽ നേടിയ ആദ്യ ആഫ്രിക്കൻ എഴുത്തുകാരൻ വോൾ സോയിങ്ക. ഓർത്തു വെച്ചോണേ. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മവാർഷികം എന്നായിരുന്നു? 2025 ഒക്ടോബർ 31. 1875 ഒക്ടോബർ 31 ഇന്നത്തെ ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ നദിയാദിൽ ജനനം. 1928 ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകി. സമരത്തിൻ്റെ വിജയത്തെ തുടർന്ന് ഗാന്ധിജിയാണ് നേതാവ് എന്ന അർത്ഥത്തിൽ സർദാർ എന്ന് വിളിച്ചത്. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു. ഓഗസ്റ്റ് 15, 1950 ഡിസംബർ 15. ഇന്ത്യൻ ബിസ്മാർക്ക്, ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ. 1950 ഡിസംബർ 15 അന്തരിച്ചു. 1991 ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷി ദിനം കൂടിയായിരുന്നു ഒക്ടോബർ 31. ഈ പോയിന്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ 150ാമത് ജന്മവാർഷികം എന്നായിരുന്നു? 2025 ഒക്ടോബർ 31. 1875 ഒക്ടോബർ 31 ഇന്നത്തെ ഗുജറാത്തിലെ ഖേദയിലെ നദിയാദിൽ ജനനം. 1928 ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകി. 1928 ബർദോളി കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സമരത്തിൻ്റെ വിജയത്തെ തുടർന്ന് ഗാന്ധിജിയാണ് നേതാവ് എന്ന അർത്ഥത്തിൽ സർദാർ എന്ന് വിളിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിന് സർദാർ എന്നുള്ള ആ ഒരു ബഹുമതി കൊടുത്തത് ആരാ? ഗാന്ധിജിയാണ്. നേതാവ് എന്ന അർത്ഥത്തിൽ ഗാന്ധിജിയാണ് സർദാർ എന്ന് വിളിച്ചത് കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തരമന്ത്രിയായിരുന്നു
സർദാർ വല്ലഭായ് പട്ടേൽ. ഓർത്തു വച്ചോണം, ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ. ഇന്ത്യൻ ബിസ്മാർക്ക്, ഉരുക്കു മനുഷ്യൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. 1950 ഡിസംബർ 15 അന്തരിച്ചു. സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ചിരിക്കുന്നത് 1950 ഡിസംബർ 15 1991 ഭാരതരത്നം മരണാനന്തര ബഹുമതിയായി ലഭിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചിരിക്കുന്നത് 1991 ജന്മദിനം രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം രക്തസാക്ഷി ദിനം കൂടിയായിരുന്നു ഒക്ടോബർ 31. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ ഏത് സംസ്ഥാനത്താണ് ക്യാബിനറ്റ് മന്ത്രിയായി ചുമതല ഏറ്റത്? തെലങ്കാന. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ ഏത് സംസ്ഥാനത്താണ് ക്യാബിനറ്റ് മന്ത്രിയായി ചുമതലയേറ്റത്? തെലങ്കാന. കോൺഗ്രസ് നേതാവ് കൂടിയായ അസറുദ്ദീൻ നിലവിൽ സംസ്ഥാന നിയമസഭാ കൗൺസിലിലോ അംഗമല്ല. 6 മാസത്തിനകം ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. എത്രാമത് കേരള സംസ്ഥാന പിറവിയാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്? 69. എത്രാമത് കേരള സംസ്ഥാന പിറവിയാണ് 2025 നവംബർ 1 ആഘോഷിച്ചത്? 69ാമത്. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. ഈയിടെ നടന്ന ഒരു പരീക്ഷയ്ക്ക് ഈ ചോദ്യം ഉണ്ടായിരുന്നേ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ. PB അനീഷ, രാജശ്രീ വാര്യർ എന്നിവർ കേരളപ്രഭ പുരസ്കാര ജേതാക്കളായി. ശശികുമാർ, ഷഹാൽ ഹസൻ മുസലിയാർ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലുമോൾ മാരിയറ്റ് തോമസ് എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. 2025 കേരള ജ്യോതി പുരസ്കാരം നേടിയത് ഡോക്ടർ എം.ആർ. രാഘവ വാര്യർ, PB അനീഷ്, രാജശ്രീ വാര്യർ എന്നിവർക്ക് കേരളപ്രഭ പുരസ്കാര ജേതാക്കളായി. ശശികുമാർ, ഷഹാൽ ഹസൻ മുസലിയാർ, MK വിമൽ ഗോവിന്ദ്, അഭിലാഷ് ടോമി, ജിലുമോൾ മാരിയറ്റ് തോമസ് എന്നിവർക്ക് കേരളശ്രീ പുരസ്കാരം ലഭിച്ചു. കേരള ജ്യോതി, കേരളപ്രഭ, കേരളശ്രീ ഈ പുരസ്കാര ജേതാക്കളെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുട്ടി. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. കേരള ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ റസൂൽ പൂക്കുട്ടി, വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചിത്രകാരൻ വരച്ച ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം എ ഫാമിലി ഓഫ് ചീറ്റാസ് അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന ലേലത്തിൽ 119 കോടിയോളം രൂപയ്ക്ക് വിറ്റുപോയി. ചിത്രകാരൻ ബസവൻ. അബ്ദുൾ ഫസൽ രചിച്ച അക്ബറുടെ ഔദ്യോഗിക ജീവചരിത്രമായ അക്ബർനാമ, മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനമായ റസ്നാമ തുടങ്ങിയവയ്ക്ക് ചിത്രീകരണം നടത്തിയത് ബസവനാണ്. 1575-80കൾക്കിടയിലാണ് ചീറ്റകളുടെ ചിത്രം വരച്ചത്. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം ചിത്രകാരൻ വരച്ച ചീറ്റകൾ വിശ്രമിക്കുന്ന ചിത്രം എ ഫാമിലി ഓഫ് ചീറ്റാസ് അടുത്തിടെ ന്യൂഡൽഹിയിൽ നടന്ന ലേലത്തിൽ 119 കോടിയോളം രൂപയ്ക്ക് വിറ്റുപോയി. ചിത്രകാരൻ ബസവൻ. അബ്ദുൾ ഫസൽ രചിച്ച അക്ബറുടെ ഔദ്യോഗിക ജീവചരിത്രമായ അക്ബർനാമ, മഹാഭാരതത്തിന്റെ പേർഷ്യൻ വിവർത്തനമായ റസ്നാമ തുടങ്ങിയവയ്ക്ക് ചിത്രീകരണം നടത്തിയത് ബസവനാണ്. 1575-80കൾക്കിടയിലാണ് ചീറ്റകളുടെ ചിത്രം വരച്ചത്. ടൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. പേര് സാമിയ സുലുഹു ഹസൻ. 2015-2021 കാലത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സാമിയ 2021 മാർച്ചിലാണ് ആദ്യമായി പ്രസിഡന്റായത്. തിരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം ആരോപിച്ച് രാജ്യത്ത് നടന്നുവരുന്ന പ്രക്ഷോഭത്തിൽ 700-ലേറെ പേർ ഇതിനകം കൊല്ലപ്പെട്ടു. ടൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. പേര് സാമിയ സുലുഹു ഹസൻ. ടൻസാനിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. സാമിയ സുലുഹു ഹസൻ.
രുചി വൈവിധ്യങ്ങളുടെയും പാചക പാരമ്പര്യത്തിൻ്റെയും പേരിലുള്ള യുനെസ്കോ പട്ടികയിൽ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ലക്നൗ UP. രുചി വൈവിധ്യങ്ങളുടെയും പാചക പാരമ്പര്യത്തിൻ്റെയും പേരിലുള്ള യുനെസ്കോ പട്ടികയിൽ യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റീസ് നെറ്റ്വർക്ക് UCCN ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ലക്നൗ. ലോക നഗര ദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിന്റെ 43ാമത് സെഷനിലാണ് ലക്നൌവിനെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമിയായി പ്രഖ്യാപിച്ചത്. 2019 ഹൈദരാബാദ് ഈ സൂചികയിൽ വന്ന ശേഷം ഇതിൽ ഉൾപ്പെടുന്ന ഇന്ത്യൻ നഗരമാണ് ലക്നൗ. രുചി വൈവിധ്യങ്ങളുടെയും പാചക പാരമ്പര്യത്തിൻ്റെയും പേരിലുള്ള യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ലക്നൗ UP. ലക്നൌവിനെ ക്രിയേറ്റീവ് സിറ്റി ഓഫ് ഗാസ്ട്രോണമിയായി പ്രഖ്യാപിച്ചത് ലോക നഗര ദിനത്തോടനുബന്ധിച്ചുള്ള ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന യുനെസ്കോയുടെ ജനറൽ കോൺഫറൻസിന്റെ 43ാമത് സെഷനിൽ. ഓക്കെ. ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത്? താജിക്കിസ്ഥാൻ. ഐനി. ഇന്ത്യ അടുത്തിടെ ഏത് രാജ്യത്തെ വ്യോമസേനാ കേന്ദ്രത്തിലെ എയർബേസിലെ പ്രവർത്തനങ്ങളാണ് അവസാനിപ്പിച്ചത്? താജിക്കിസ്ഥാൻ. ഐനി. 2025 ഒക്ടോബർ 31 അന്തരിച്ച മാനുവൽ ഫെഡറിക്ക് കേരള കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോളിയായിരുന്നു. ഗോൾമുഖത്തെ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഫെഡറിക്ക് 1971 മുതൽ 7 വർഷം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോളിയായി പ്രവർത്തിച്ചു. കണ്ണൂർ ബർണാശ്ശേരി സ്വദേശിയാണ്. 2019 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരുന്നു. 2025 ഒക്ടോബർ 31 അന്തരിച്ച മാനുവൽ ഫെഡറിക്ക് കേരള കായിക ചരിത്രത്തിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി. ഓർത്തു വെച്ചോണം, ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡറിക്കാണ്. ഹോക്കി താരമാണ്. മാനുവൽ ഫെഡറിക് ഒരു ഹോക്കി താരമാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ നെതർലാൻഡ്സിനെ തോൽപ്പിച്ച് വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോളിയായിരുന്നു. ഗോൾമുഖത്തെ കടുവ എന്നറിയപ്പെട്ടിരുന്ന ഫെഡറിക് 1971 മുതൽ 7 വർഷം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോളിയായി പ്രവർത്തിച്ചു. കണ്ണൂർ ബർണാശ്ശേരി സ്വദേശിയാണ്. 2019 മാനുവൽ ഫെഡറിക്കിന് ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിരുന്നു. 2019 ധ്യാൻചന്ദ് പുരസ്കാരം മാനുവൽ ഫെഡറിക്കിന് ലഭിച്ചിരുന്നു. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഏത് അംഗത്തിന്റെ രാജകുമാരൻ പദവിയും മറ്റ് രാജകീയ സ്ഥാനങ്ങളുമാണ് ഈയിടെ ചാൾസ് മൂന്നാമൻ രാജാവ് നീക്കം ചെയ്തത്? ഇളയ സഹോദരൻ ആൻഡ്രൂവിന്റെ. അദ്ദേഹം ഇനി ആൻഡ്രൂ മൗണ്ട്ബാറ്റൻ വിൻസ്കർ എന്ന പേരിൽ അറിയപ്പെടും. എന്നാൽ മക്കളായ യൂജിൻ, ബിട്രിയാസ് എന്നിവർക്ക് രാജപദവികൾ നഷ്ടമാകില്ല. US ലൈംഗിക പീഡന കേസിൽ പ്രതിയായിരിക്കെ ന്യൂയോർക്ക് ജയിലിൽ വെച്ച് 2019 മരിച്ച ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ആൻഡ്രൂവിന്റെ അടുപ്പമാണ് സ്ഥാനഭ്രംശത്തിന് ഇടയാക്കിയത്. എപ്സ്റ്റീൻ ലൈംഗിക അടിമയാക്കിയ വെർജീനിയ ജിഫർ എന്ന വനിതയുടെ മരണാനന്തര ഓർമ്മക്കുറിപ്പായ നോബഡീസ് ഗേൾ ഇരുവരും തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റി വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. 2025 ഏപ്രിലിൽ ഓസ്ട്രേലിയയിൽ വെച്ച് ജിഫ്രെ ജീവൻ ഒടുക്കി. ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഏതംഗത്തിന്റെ രാജകുമാരൻ പദവിയും മറ്റ് രാജകീയ സ്ഥാനങ്ങളുമാണ് ഈയിടെ ചാൾസ് മൂന്നാമൻ രാജാവ് നീക്കം ചെയ്തത്? ഇളയ സഹോദരൻ ആൻഡ്രൂവിന്റെ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്ക്? KG ശങ്കരപിള്ള. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബംഗാള്, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, മരിച്ചവരുടെ വീട് തുടങ്ങിയവ കാവ്യ സമാഹാരങ്ങൾ. NS മാധവനായിരുന്നു 2024 ജേതാവ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്ക്? KG ശങ്കരപിള്ളയ്ക്ക്. 5 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ബംഗാള്, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, മരിച്ചവരുടെ വീട് തുടങ്ങിയവ കാവ്യ സമാഹാരങ്ങൾ. NS മാധവനായിരുന്നു 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് 2024 25 പഠിച്ചോണേ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് NS മാധവൻ.
2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന ഖ്യാതി ബാഴ്സലോണയിലെ നിർമ്മാണത്തിലിരിക്കുന്ന സഗ്രാഡ ഫമീലിയ ബസലിക്ക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം എന്ന ഖ്യാതി നേടിയത് ബാഴ്സലോണയിലെ നിർമ്മാണത്തിലിരിക്കുന്ന സഗ്രാഡ ഫമിലിയ ബസലിക്ക. പള്ളിയുടെ പ്രധാന ഗോപുരത്തിന്റെ മുകളിലായി കുരിശിന്റെ ആദ്യ ഭാഗം സ്ഥാപിച്ചതോടെ ആകെ ഉയരം 162.91 മീറ്ററായി ഉയർന്നത്. ഇതോടെ 1890 മുതൽ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയായിരുന്ന 161.53 മീറ്റർ ജർമ്മനിയിലെ ഉൾമിൻസ്റ്റർ ദേവാലയത്തെയാണ് സഗ്രാഡ ഫമിലിയ മറികടന്നത്. 1882 നിർമ്മാണം ആരംഭിച്ച ദേവാലയം അടുത്ത വർഷത്തോടെ പൂർത്തിയാകും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഏതാണ്? സഗ്രാഡ ഫമിലിയ. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയം ഇനി മുതൽ സഗ്രാഡ ഫമിലിയയാണ്. സഗ്രാഡ ഫമിലിയ ബസലിക്ക. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്